Hi all, welcome to Target Learning app. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ എത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്യും. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ എന്തൊക്കെയാണ് മിസ്റ്റേക്ക്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നമ്മൾ എല്ലാ മനുഷ്യന്മാരും പഠിച്ച കാര്യങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മറക്കുന്ന സംഭവങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ ഏറ്റവും വലിയ ഫാക്ടറാണ് എന്ത്? ബയോളജി. അപ്പോൾ ബയോളജി നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണ്? NCERT. അപ്പോൾ NCERT കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യാതിരിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. സോ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT വായിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ബയോളജി NCERT ആരും മാറ്റി വെക്കരുത്, എന്തായാലും വായിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എല്ലാവരും കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ചിലർ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ കുറവായിട്ടുള്ള ആൾക്കാർക്ക് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മോക്ക് ടെസ്റ്റ് നല്ല മാർക്ക് ഇതിലേക്ക് കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത മോക്ക് ടെസ്റ്റ് എഴുതാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറയും. അല്ലേ? അങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കുന്നത് വേറെ വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയാണ് കോമ്പറ്റീഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതണം. സ്വാഭാവികമായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിന് താഴെയുള്ള പ്രോബ്ലംസ്, അതായത് അതിനേക്കാളും ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് പോയിട്ട് കാര്യമില്ല. അതിനേക്കാളും ടഫായിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചു പോയാലാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, അവിടെ ചെന്നിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് കിട്ടുമ്പോൾ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ വലിയൊരു ഇഷ്യൂ ആണ് നെർവസ്നെസ് എന്ന് പറയുന്നത്. ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ലാസ്റ്റ് മന്താവുന്ന സമയത്ത് അയ്യോ എനിക്ക് ടൈമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പഠിക്കാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് തലവേദനയാണ്, അയ്യോ ഈ പ്രശ്നങ്ങളാണ്, ആ പ്രശ്നങ്ങളാണ്. അതൊക്കെ നമ്മൾ നെർവസ്നെസ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെർവസ് ആവും, അല്ലേ? അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നെർവസ് ആവുമ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ ഇല്ലാതിരിക്കും. അതുപോലെ നമുക്ക് തലവേദന എടുക്കും, ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം. അപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ 10 സെക്കൻഡ് തരാം, ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരെ ഓടണം. നമുക്കറിയാം ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുകയാണെങ്കിലും ടെൻഷൻ അടിച്ചില്ലെങ്കിലും അവിടം വരെ ഓടണം. അപ്പോൾ ടെൻഷൻ അടിക്കാണ്ട് സമാധാനമായിട്ട് കൂളായിട്ട് ഓടിയാലല്ലേ നമ്മുടെ ബെറ്റർ റിസൾട്ട്സ് വരാം. അപ്പോൾ നെർവസ്നെസ് വലിയ ഒരു വില്ലനാണ് നമ്മുടെ സ്റ്റോറിയിൽ. അപ്പോൾ നെർവസ്നെസ് കുറയ്ക്കാൻ നോക്കുക. നമ്മൾ തീരെ നെർവസ്നെസ് ഇല്ലെങ്കിൽ നമുക്കൊരു ചൂടുണ്ടാവില്ല പഠിക്കാനായിട്ട്. കുറച്ച് നെർവസ്നെസ് ഒക്കെ വേണം. പക്ഷെ അത് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കാൻ തുടങ്ങുകയും അത് നമ്മുടെ ലാസ്റ്റ് മന്തിലെ പ്രിപ്പറേഷനെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ കണ്ടേക്കണ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനുള്ള പ്രശ്നമാണ്, ഇവർ ഉറക്കവും വേണ്ട, ഫുഡും വേണ്ട, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കണം, അത് പക്ഷേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണം. നമ്മൾ ഹെൽത്തി ആയിരിക്കണം, മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയാൽ മാത്രമേ എക്സാമിൻ്റെ ഡേ, അതാണ് നമ്മുടെ ദിവസം, അന്നത്തെ 3 മണിക്കൂറിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, ആ ദിവസം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്ത് വേണം? നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം, ഉറങ്ങണം. ഒരു കൃത്യം ഒരു 5 to 6 hours എന്തായാലും ഉറങ്ങിയേ പറ്റൂ. മിനിമം നമ്മൾ അത്ര 5 to 6 hours ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് നടക്കില്ല. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ ഈ 4 മിസ്റ്റേക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് NCERT ബയോളജി NCERT വായിക്കണം. മോക്ക് ടെസ്റ്റിന് കുറച്ച് മാർക്ക് കുറവാണെങ്കിലും പ്രശ്നമില്ല. മോക്ക് ടെസ്റ്റ് പിന്നെയും എഴുതിയാൽ മാത്രമേ നമുക്ക് നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടെൻഷൻ, നെർവസ്നെസ് ഒഴിവാക്കുക. പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നത് ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക. കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക, അത് ഞാൻ ഓൾറെഡി എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ കിട്ടില്ല, കിട്ടും എന്ന് വിചാരിച്ചാൽ കിട്ടും. സോ ബി കോൺഫിഡൻറ്റ് യുവർ സെൽഫ്. നമ്മൾ ഇത്രയും കാലമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്, അതൊക്കെ തന്നെ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ ഈ പ്രിപ്പറേഷന് വരുത്താനിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കോറിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റും. സോ ഈ കൊല്ലം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ നീറ്റ് ആസ്പിറൻസിനും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.